ചൈനീസ് വാസ്തുകലയായ ഫുങ്ഷുയിൽ പറയുന്നു, വീടിൻ്റെ ഓരോ ദിക്കുകളും നമുക്കൊരു സൗഭാഗ്യങ്ങളാണ്. അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് കിഴക്ക് ഭാഗത്ത് സമ്പത്ത് പറയുന്നെങ്കിൽ കിഴക്ക് ഭാഗത്ത് പറയുന്നത് ആരോഗ്യമാണ്. അപ്പോൾ ഒരു വീടിൻ്റെ ആരോഗ്യത്തിൻ്റെ ദിക്കായിട്ട് ഫുങ്ഷുയിൽ പരിഗണിക്കുന്നത് ഏതൊരു വീടിൻ്റെയും കിഴക്ക് ഭാഗമാണ്. കിഴക്ക് ഭാഗത്ത് നമുക്ക് ഒരു ടോയ്ലറ്റ് വന്നാൽ വീട്ടിൽ പൊതുവെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അത് കാരണമാവും. ആ വീട്ടിലെ മൂത്ത മകനെയും അത് ബാധിക്കും. അപ്പം നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ പറ്റുന്നുണ്ടെങ്കിൽ കിഴക്ക് ദിക്കൊന്ന് പരിശോധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പം നിങ്ങൾ പരിശോധിച്ചു, എൻ്റെ വീട്ടിൻ്റെ കിഴക്ക് ദിക്കിൽ ടോയ്ലറ്റ് ഇല്ല, വീടിൻ്റെ പുറത്ത് കിഴക്കിൽ വന്നാലും ആ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ വീട്ടിനകത്തും ടോയ്ലറ്റ് ഇല്ല, വീടിൻ്റെ പുറത്തും കിഴക്കിൽ ടോയ്ലറ്റ് ഇല്ല. ഓക്കെ, എന്നിട്ടും ഈ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നു. എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും വാസ്തുദോഷം കൊണ്ടാണെന്നല്ല പറയുന്നത്, വാസ്തുദോഷങ്ങൾ കൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതിൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു. ഇനി മറ്റ് രണ്ട് കാര്യങ്ങളൂടെ പറയാം. നമ്മൾ ലോകത്ത് എവിടെ ഒരു വീട് വെച്ചാലും ആ വീട് വെച്ച സമയം മുതൽ ആ വീടിൻ്റെ ഓരോ റൂമിനും ഒരു എനർജി ഉണ്ട്. അത് പല തരത്തിലാണ് ആ റൂമിൻ്റെ എനർജി എന്ന് പറയുന്നത്. അതായത് ആരോഗ്യ പ്രശ്നമുള്ള റൂം, സാമ്പത്തികം തരുന്ന റൂം, സമ്പത്ത് നഷ്ടപ്പെടുത്തുന്ന റൂം, തൊഴിലവസരങ്ങൾ തരുന്ന റൂം, മറ്റുള്ളവർ നമ്മളെ പറ്റിക്കുന്ന റൂം, അങ്ങനെ ആ റൂമിനും വാതിലിനും ഒക്കെ ഒരു എനർജി ഉണ്ട്. ഇപ്പം ഒരു വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എന്നാണ് അതിന് പറയുന്നത്. ഒരു വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ ആണ് ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നത്. വീടിൻ്റെ റൂമുകളും കാര്യങ്ങളൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ഒരു വീടിനെ കറക്റ്റ് സ്ക്വയർ ആക്കിക്കൊണ്ട് അതിനെ 9 തിരിച്ചു, 8 ദിക്കും ഒരു ബ്രഹ്മസ്ഥാനവും എടുത്തുകൊണ്ട് ഓരോ ദിക്കിലും വന്നിരിക്കുന്ന നമ്പറുകൾ, ഇതിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പം 2 മൗണ്ടൻ സ്റ്റാർ ആയിട്ട് ഒരു ബെഡ്റൂം വന്നു കഴിഞ്ഞാൽ അവിടെ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. ഇത് ഈ വീട്ടിൻ്റെ മൗണ്ടൻ സ്റ്റാർ ആയിട്ട്, അതായത് ബെഡ്റൂം ആയിട്ട് ഇടത് വശത്ത് വരുന്നതിനെയാണ് മൗണ്ടൻ സ്റ്റാർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു റൂം ഇതിൽ വന്നിരിക്കുന്നത് എവിടെയാണ്? വടക്ക് പടിഞ്ഞാറാണ്. ഇപ്പോൾ വടക്ക് പടിഞ്ഞാറിലെ നമ്പർ എത്രയാണ്? 25 ആണ്. ഈ ബെഡ്റൂമിൽ ഒരാൾ കിടന്നാൽ ഇദ്ദേഹം വലിയ ആരോഗ്യ പ്രശ്നത്തെ ഫേസ് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്തപ്പോൾ അതിൻ്റെ മൗണ്ടൻ സ്റ്റാർ 25 ആണ്. ആ റൂം എന്നും ആരോഗ്യ പ്രശ്നമുള്ള റൂമാണ്. ഇനി ഈ വീടിൻ്റെ എൻട്രൻസ് ഈ 52 എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് കരുതുക. 52 എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് പൊതുവെ ആരോഗ്യ പ്രശ്നമുണ്ട്. അതായത് ഫെങ്ഷുയിൽ 1, 2, 3, 4, 5, 6, 7, 8, 9 ഈ 9 നമ്പറുകളെ 9 നക്ഷത്രങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഈ ഓരോ നമ്പറുകൾക്കും ഒരു എനർജി ഉണ്ട് എന്നാണ് ഫെങ്ഷുയിൽ പറയുന്നത്. 1 എന്ന് പറയുന്ന എനർജി തൊഴിൽപരമായിട്ട് നല്ല ഗുണം തരുന്ന എനർജിയാണ്. 2 ആണെങ്കിലോ അസുഖമാണ്. ഇപ്പൊ ഈ 2 മൗണ്ടൻ സ്റ്റാർ ആയിട്ട് ബെഡ്റൂമിൽ വന്നാൽ നമ്മൾ അസുഖത്തിലാണ് കിടക്കുന്നത്. അടിക്കടി അസുഖമായിരിക്കും. ആ റൂമിൽ കിടക്കുന്നവർക്കെല്ലാം ആരോഗ്യ പ്രശ്നമായിരിക്കും. അതേസമയം എൻട്രൻസിൽ വലതുവശത്താണ് 2 നിൽക്കുന്നതെങ്കിൽ അതിനെ വാട്ടർ സ്റ്റാർ ആയി പരിഗണിക്കും. അപ്പോൾ അവിടെ നമുക്ക് എൻട്രൻസ് വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ള പൊതുവെ എല്ലാവർക്കും ആരോഗ്യ പ്രശ്നമുള്ളതായിരിക്കും. അപ്പം ഇവിടെ എൻട്രൻസ് വന്ന് ഇവിടെ ബെഡ്റൂം വന്നാലോ ഇവർക്കിത് ഡബിൾ ചെയ്യും. കാരണം മൊത്തം വീടിൻ്റെ എൻട്രൻസിൽ നിൽക്കുന്നത് 2, ഇവിടെ ബെഡ്റൂമിൽ നിൽക്കുന്നതും 2, അത് ബാധിക്കും. ഇനി ഇവിടെ ഇങ്ങനൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ ഒരു വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് ഇവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിന് 2 കാരണങ്ങളുണ്ട്. ഇതൊരു ഫ്ലൈങ് സ്റ്റാർ നമ്പർ നമ്മൾ പറഞ്ഞു. ഇത് വീട് വെച്ചപ്പം വന്നതാണ്, ഇനി ഒരിക്കലും പോകില്ല. എല്ലാ വർഷവും ഫെബ്രുവരി 4-ാം തീയതിയോടുകൂടി, അതായത് ചൈനീസ് ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 4-ാം തീയതിയോടുകൂടി എല്ലാ ദിക്കിലും ഒരു പുതിയ നമ്പറും കൂടെ വരും. എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു നമ്പർ നിൽപ്പുണ്ട്, ഒരു പുതിയ നമ്പറും കൂടെ വരും. ആ നമ്പർ ഇവരെ ബാധിക്കും. ഇപ്പൊ ഈ എൻട്രൻസിൽ ഒരു 2 വന്നെന്ന് വെച്ചോ, ഇത് ഇവരെ ബാധിക്കും. മറ്റേ 52 അവിടെ നിൽക്കുമ്പോഴാണ് ഈ 2 വരുന്നത്. അത് അവിടെ തന്നെ വരണമെന്നില്ല, ഇവിടെ ഡബിൾ 8 നിൽക്കുന്നിടത്തും വരാം, ഇവിടെയും വരാം. നിങ്ങൾ എങ്ങനെ വീട് വെച്ചാലും 9 വർഷത്തിലൊരിക്കലും ഈ 2 വരും. ഈ 2 എന്നല്ല, എല്ലാ നമ്പരും 9 വർഷത്തിലൊരിക്കൽ വരും. ആ 9 നമ്പരല്ലേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ 2 വന്നു കഴിഞ്ഞാൽ അത് പല ദിക്കുകളിൽ പോയി അടുത്ത 9 വർഷം കഴിയുമ്പോൾ ഈ 2 വീണ്ടും ഇവിടെ വരും. അങ്ങനെ പലതിൽ പോകുമ്പോഴത്തേക്ക് എല്ലാ ദിക്കിലും ഈ 2 വരുമല്ലോ. അപ്പോൾ ചിലർക്ക് പറയുന്നുണ്ട്, ഈ വർഷം എനിക്ക് ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു, വിട്ടൊഴിയുന്നില്ല, വീട്ടിൽ എല്ലാവർക്കും അസുഖം. അതിന്റെ കാരണം എന്താകാം?
ഈ 2 വന്ന് നിങ്ങളുടെ വാതിലിൽ നിൽക്കുന്നതാവാം. അതവിടെ നിൽക്കട്ടെ. ചിലർ പറയുന്നുണ്ട് ഈ വർഷം വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ആരോഗ്യ പ്രശ്നമാണ്. അതെന്തുകൊണ്ടാവാം? അവർ കിടക്കുന്ന റൂമിൽ 2 വന്നിട്ടുണ്ടാവാം. ഈ 2 എൻട്രൻസിൽ വന്നാൽ മൊത്തം വീട്ടുകാരെ ഇത് ബാധിക്കാം. ഈ 2 എൻട്രൻസിൽ ബെഡ്റൂമിൽ വന്നാലോ ആ ബെഡ്റൂമുകാരെ ഇത് ബാധിക്കാം. അപ്പോൾ ആരോഗ്യ പ്രശ്നത്തിനുള്ള 4 ഒന്നും 5 വാസ്തു ഫെങ്ഷി കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം കിഴക്ക് വശത്ത് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പൊതുവെ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. കാരണം കിഴക്ക് ദിക്ക് ആരോഗ്യത്തിൻ്റെ ദിക്ക്. ആ ദിക്ക് മലിനപ്പെട്ടുകൊണ്ട് അവിടെ വീട്ടിനകത്തോ പുറത്തോ ഒരു ടോയ്ലറ്റ് വന്നു, അത് ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. മൂത്ത മോനെയും ബാധിക്കാം. എന്തുകൊണ്ട് മൂത്ത മോനെ ബാധിക്കുന്നത്? വീട്ടിൻ്റെ ഓരോ ദിക്കുകളും കുടുംബത്തിലുള്ള ഓരോ വ്യക്തികൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കിഴക്ക് ദിക്ക് വീട്ടിലെ മൂത്ത ആൺകുട്ടിയുടെ ഏരിയ. അയ്യോ സാറേ 3 മക്കളുണ്ട്, അതിൽ ആദ്യത്തെ 2 പെൺകുട്ടികളാണ്. ആദ്യത്തെ 2 പെൺകുട്ടികളായിട്ടുള്ള പിന്നെ 2 ആൺകുട്ടികളാണെങ്കിൽ അതിലാരാണോ മൂത്തത് അയാളെ ബാധിക്കും. 3 മക്കളുണ്ട്, മൂത്ത 2 പെൺകുട്ടികൾ ഒരു ഇളയതാണുമാണ്. അങ്ങനെയാണെങ്കിൽ ആ മകനെ ബാധിക്കും. അവനാണല്ലോ ആണുങ്ങളിൽ മൂത്തത്. ഇനി വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുമ്പോൾ ആ ഫ്ലൈങ് സ്റ്റാറിൽ എൻട്രൻസിലോ ബെഡ്റൂമിലോ 2 വന്നാലും അവരെ ബാധിക്കും. വർഷാവർഷം വരുന്ന ആനുവൽ സ്റ്റാർ നിങ്ങളുടെ എൻട്രൻസിലോ നിങ്ങളുടെ ബെഡ്റൂമിലോ വന്നാലും ബാധിക്കും. ഇതൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. അപ്പോൾ ഇത് ഒരു ചെറിയ സംഭവമല്ല. പലരും ഇതിനെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അവർ അടിക്കടി പ്രശ്നങ്ങളെ നേരിടുമ്പോഴാണ് ഇത് ഒരുപക്ഷെ വാസ്തു പ്രശ്നമാണോ എന്ന് പരിശോധിച്ചിട്ട് ഇത് മനസ്സിലാക്കുന്നത്. ഫെങ്ഷുയുടെ ചില ടൂളുകൾ നോക്കാം. ഇനി ഇപ്പം നമുക്ക് ഹെൽത്ത് പ്രോബ്ലത്തെ പറ്റിയാണ് പറഞ്ഞത്. അതിന് റെമഡി ആയിട്ട് ഇത്തരത്തിലുള്ളൊരു കലാഭാഷ്, ഇതിനെ ഉലു എന്നും പറയും കലാഭാഷ് എന്നും പറയും. ഇത് ഈ 2 വരുന്ന സ്ഥലങ്ങളിൽ ഇതിനെ സ്ഥാപിക്കുന്നത് ഒരു പരിധി വരെ ഈ 2-ൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. അതുപോലെ 2 വരുന്ന സ്ഥലത്ത് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് 6 മെറ്റൽ കോയിൻസ് ആണ്. അതുപോലെ 2 വരുന്ന സ്ഥലത്ത് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് 6 റോഡ് വിൻഡ് ചെയിംസ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ഈ എനർജിയിൽ നിന്നും അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.